അപ്പോൾ ഞാൻ എടുത്തത് ചിക്കൻ വലിയ കഷ്ണങ്ങളായിട്ടാണ് മുറിച്ചത്. എന്നുവെച്ചാൽ 1 കിലോൻ്റെ ചിക്കൻ ഞാൻ 8 പീസ്, കാലിൻ്റെ ജോയിൻറ്റ്, ബ്രസ്റ്റ് എല്ലാം കൂടെ അങ്ങനെയാണ് മുറിച്ചെടുത്തത്. ഇത് നമുക്കിനി ഞാൻ ബോയിൽ ചെയ്യാൻ വെച്ചു. അതിലേക്ക് ഉപ്പ്, ഏകദേശം 15 ആൾക്ക് വേണ്ട ചിക്കനാണ് ഞാൻ എടുത്തത്. 3 ചിക്കനാണ് ഞാൻ എടുത്തത്. അതിലേക്ക് ഉപ്പാണ് ഇടുന്നത്. ഉപ്പ് 3 സ്പൂൺ ഉപ്പിട്ടിട്ടുണ്ട്. അതേപോലെ ടേബിൾ സ്പൂണിൽ ഞാൻ ഒരു 3 സ്പൂണ് വിനെഗർ ഒഴിക്കുന്നുണ്ട്. വിനെഗർ എന്ന് വെച്ചാൽ നമ്മൾ ആ ബോയിലാകുമ്പോൾ ആ മീറ്റിന് കുറച്ച് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ചേർക്കുന്നത്. പിന്നെ ഹോൾ പെപ്പറാണ്, ബ്ലാക്ക് പെപ്പർ, അത് ഞാൻ കുറച്ച് ചേർക്കുന്നുണ്ട്. പിന്നെ ചേർക്കുന്നത് കുറച്ച് ഡാർക്ക് സോയാ സോസ്, 1 ടേബിൾ സ്പൂണാണ് ഞാൻ ഡാർക്ക് സോയാ സോസ് ചേർത്തത്. പിന്നെ ഉള്ളി ഞാൻ വലിങ്ങനെ മുറിച്ചിട്ട് അതെല്ലാം കൂടെ അതിൻ്റെ കൂടെ ബോയിലാകാൻ വേണ്ടിയിട്ട്, അതിൻ്റെ ഉള്ളീൻ്റെ ഫ്ലേവറെല്ലാം ആ ചിക്കനിലൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഉള്ളി മുറിച്ചിട്ടുണ്ട്. അപ്പോൾ അതങ്ങനെ ബോയിലാവട്ടെ. അപ്പോഴേക്ക് നമുക്ക് ഇതിന് വേണ്ട ബാറ്റർ റെഡിയാക്കാം. ബാറ്റർ ഞാൻ ആട്ടി എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഇട്ടത് പാപ്രിക്ക പൗഡർ ഇട്ടിന്. ഈ ചില്ലി ആവശ്യമില്ലെങ്കിൽ ചില്ലി പൗഡർ ഇടാം. പിന്നെ കുറച്ച് ഗാർലിക് പൗഡർ ഞാൻ ഇടുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടാം. അതേപോലെ കുറച്ച് ബ്ലാക്ക് പെപ്പർ. ഞാൻ അധികം സ്പൈസി ആക്കുന്നില്ല, ചെറിയ സ്പൈസി, ചെറിയ ബ്ലാക്ക് പെപ്പറിൻ്റെ ചെറിയ സ്പൈസി, കാരണം എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന വിധത്തിൽ. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കോൺഫ്ലവറാണ്, ഒരു 50 ഗ്രാമോളം കോൺഫ്ലവർ ഞാൻ അതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. കോൺഫ്ലവറും കൂടി ആയാലും ഒന്നും കൂടി നമുക്ക് ആ ബാറ്ററിൽ ചിക്കൻ ഒരു ക്രിസ്പി നമുക്ക് കിട്ടും കോൺഫ്ലവർ. പിന്നെ ഞാൻ ഇതിലേക്ക് എടുത്ത മുട്ട, ഒരു 4 മുട്ട എടുത്തിട്ടുണ്ട്. 4 മുട്ട അതിലേക്ക് ഇടുന്നുണ്ട്. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ചിക്കൻ നിങ്ങൾക്ക് കൂടുതലാണ് അതിനൊക്കെ നിങ്ങൾക്ക് മുട്ട എടുക്കാം. ഏകദേശം ഞാനൊരു 15 ആളെ കണക്കിലാണ് എടുത്തത്, അതുകൊണ്ട് 4 മുട്ട. പിന്നെ 1 സ്പൂണിൽ കുറച്ച് മസ്റ്റാർഡ് പേസ്റ്റ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ താല്പര്യമായിട്ട് ഉപയോഗിക്കാം മസ്റ്റാർഡ് പേസ്റ്റ്. നിങ്ങൾക്ക് വേറെ ഫ്ലേവർ വേണം നിങ്ങൾക്ക് ആഡ് ചെയ്യുക. ഇത് എനിക്കിഷ്ടപ്പെട്ട രീതിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ നല്ല വൃത്തിക്ക് മിക്സാക്കി ആ പൊടിയും എല്ലാം മുട്ടയെല്ലാം കൂടെ ഒന്ന് മിക്സാക്കി എടുത്താൽ കുറച്ച് വെള്ളം ഒഴിക്കാം. ഇതിൽ വെള്ളത്തിൽ പത കാണുന്നത് ഞാൻ മുട്ട എടുത്ത് ആ പാത്രത്തിൽ വെള്ളം എടുത്തുകൊണ്ട് അങ്ങനെ പത കേട്ടോ. ഇനി നിങ്ങൾ വിചാരിക്കേണ്ട അതാണ് അങ്ങനെ പതഞ്ഞ് നിൽക്കുന്നതെന്ന്. ഇനി നമുക്ക് നല്ല വൃത്തിക്ക് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്ത് നമുക്ക് ദോശമാവിനെ പോലെ തന്നെ, ദോശമാവിനെക്കാട്ടി കുറച്ച് കട്ടിയായിട്ട്, ഇഡ്ഡലി മാവിൻ്റെ അത്ര കട്ടി വേണ്ട, അതിന് ദോശമാവിൻ്റെ അത്ര ലൂസും വേണ്ട. അതിൻ്റെ രണ്ടിൻ്റെ ഒരു ഗ്യാപ്പിലൊരു ഇതിലായിട്ടാണ് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നല്ല ബാറ്ററാക്കി എടുക്കാം. നല്ല മിക്സ് ചെയ്തിട്ട് ഉപ്പ് ഞാൻ ഇട്ടിട്ടില്ല, ഉപ്പ് ഇടണം അത്ര, കാരണം ചിക്കനിൽ ഓൾറെഡി ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഈ ബാറ്റർ ഒന്ന് മിക്സ് ആയിട്ട് നമുക്ക് നോക്കിയിട്ട് അതിൽ വേണ്ട ഉപ്പിടാം. അതിനുശേഷം പിന്നെ കുറച്ച് ലെമൺ ജ്യൂസ്, 1 ടേബിൾ സ്പൂൺ ഞാൻ ലെമൺ ജ്യൂസ് ചേർക്കുന്നുണ്ട്. ബാറ്ററിൽ ലെമൺ ജ്യൂസ് ചേർത്തതിന് പിന്നെ ഇനി ആവശ്യമുള്ള ഉപ്പ് 1 ടേബിൾ സ്പൂണിന് കുറച്ച് കുറച്ചിട്ട്. അപ്പോൾ നമ്മൾ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ബാറ്റർ നമ്മൾ റെഡി ആയിട്ടുണ്ട്. ഈ സമയം ഏകദേശം ചിക്കൻ ആയിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് നോക്കാം. ഏതായാലും ചിക്കനും ഏകദേശം തിളച്ച് വന്നിട്ടുണ്ട്. ഒരു 70-75% കുക്കാകുന്നുണ്ട്, 100% ആവുന്നുണ്ട് കേട്ടോ. കാരണം നമുക്കിനി ഫ്രൈ ആക്കാനാണ് ഉള്ളതാണ്. അപ്പോൾ ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. കാരണം നല്ല ഫുള്ള് കുക്കായി പിന്നെ അത് അടിഞ്ഞു പോകും, കഞ്ഞി പോലെ ആയിപ്പോൾ. അതുകൊണ്ട് ഒരു 70-75% എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് സമയം തണിയാൻ വെക്കാം, ചൂടില്ല, കുറച്ച് തണിഞ്ഞിട്ട് നമുക്ക് അടുത്ത പരിപാടി തുടങ്ങാം. ഏതായാലും തണിഞ്ഞു. ഇനി നമുക്ക് ഓരോ പീസ് ആ ബാറ്ററിൽ മുക്കിയിട്ട് നമുക്ക് ക്രമ്മിലേക്ക് മുക്കിയെടുത്തിട്ട് ഓരോ 1 by 1 ആയിട്ട് ആ ക്രമ്മിലിട്ടിട്ട് നമുക്ക് കോട്ട് ചെയ്തെടുക്കാം. ബ്രെഡ് ക്രമ്മാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ആ ക്രമ്മിലൊന്ന് പൊതിഞ്ഞ് അങ്ങനെ നമുക്ക് ഓരോന്നോരോന്നായിട്ട് മാറ്റി വെക്കാം. ഇനി ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതല്ലേ. എൻ്റെ പുതിയ പുതിയ വീഡിയോകളൊക്കെ കാണാൻ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. അപ്പം നമുക്കിത് ഓരോന്നോരോന്നായിട്ട് ക്രമടിച്ച് എല്ലാം ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. വളരെ സിമ്പിളായ റെസിപ്പിയാണ് കേട്ടോ. ഞാൻ ഈ പറയുന്ന റെസിപ്പി എനിക്കിഷ്ടപ്പെട്ട റെസിപ്പിയാണ്. ആർക്കും ഉണ്ടാക്കി കഴിക്കുക, എന്ന് വെച്ചാൽ സ്പൈസി ഇഷ്ടപ്പെടാത്തവനും ഇഷ്ടപ്പെടുന്നവനും, ചുരുക്കി പറഞ്ഞാൽ ഏത് രാജ്യക്കാരനും കഴിക്കാം. കാരണം സ്പൈസി കഴിക്കുന്നതായാലും എങ്ങനെയല്ല, കാരണം ചില ആൾക്കാരുണ്ട് സ്പൈസി ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ടാവും. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ട സ്പൈസസ് വെച്ച് സ്പൈസി ചേർക്കാം കേട്ടോ. അത് നിങ്ങളെ താല്പര്യം പോലെ നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ അതെല്ലാം നമുക്ക് ക്രം അടിച്ച് 1 by 1 എല്ലാം റെഡി ആയിട്ടുണ്ട്.
ഏകദേശമായി. ക്രീം അടിച്ച് ഇതാ ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അതിന് നമുക്ക് എണ്ണ വെച്ചിട്ട് ഇത് ഫ്രൈ ചെയ്യാം. എണ്ണ വെച്ചിട്ടുണ്ട്. ഹൈ ഫ്ലെയിം ആവില്ല, മീഡിയം ഫ്ലെയിമിലാണ് വെക്കേണ്ടത്. കാരണം സ്ലോയിൽ ഫ്രൈ ചെയ്ത് വരേണ്ടതാണ്. ഇതിൽ പെട്ടെന്ന് കറുത്തോവും, ബ്രെഡ് ക്രം അല്ലേ, കറുത്തോവും. അപ്പോൾ നമുക്ക് സ്ലോയിൽ വെച്ചിട്ട് എന്തായാലും ഞാൻ ഇട്ടിട്ട് എങ്ങനെ ഫ്രൈ ആവുന്നുണ്ട്. ആ എണ്ണയിൽ ഇങ്ങനെ ഫ്രൈ ചെയ്ത് വരുന്നുണ്ട്. എന്താ പറയണ്ടേ, ആ ചിക്കൻ്റെ കാലുകൾ ആ എണ്ണയിൽ ഇങ്ങനെ ഫ്രൈ ചെയ്ത് വരുന്നുണ്ട്. എന്തായാലും നിങ്ങൾ ഇത് വീട്ടിൽ നിന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. നല്ല ടേസ്റ്റി, നല്ലൊരു ടേസ്റ്റി, ഭയങ്കര ടേസ്റ്റ് ഉണ്ട് ഈ ചിക്കൻ. അപ്പം എല്ലാവരും ട്രൈ ചെയ്യാം. നമ്മളിങ്ങനെ ഇങ്ങനെ എന്താ പറയുക, എണ്ണയിൽ ഇങ്ങനെ മുരിഞ്ഞ് വരുന്നുണ്ട്. ഏകദേശം കളറായിട്ടുണ്ട്. നല്ല മുരിഞ്ഞ് നല്ല കളർ ഇതിങ്ങനെ. നമുക്കിനി അത് എടുത്തിട്ടൊരു കോരിയിട്ട് ഒരു പാത്രത്തിലേക്ക്, സ്റ്റെയിനറിലേക്ക് മാറ്റി വെക്കാം. ആ എണ്ണ കുറച്ച് ഡ്രെയിൻ ആവുന്ന വരെ നല്ല മുരിഞ്ഞ് വന്നിട്ടുണ്ട്. കാരണം ഒരു കെൻഡിക്ക് ഫ്രൈഡ് ചിക്കൻ പോലെ തന്നെ കണ്ടോ, ഫ്രൈഡ് ചിക്കൻ, കെൻഡിക്ക് ഫ്രൈഡ് ചിക്കൻ എന്ന് വേണം നമുക്ക് പറയാം, ഒരു കെൻഡിക്ക് ഫ്രൈഡ് ചിക്കൻ. അപ്പോൾ നമ്മളെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്, കോരി മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് വളരെ ആ കളറ് കണ്ടാൽ തന്നെ നമുക്കത് കഴിക്കാൻ തോന്നും. വളരെ സിമ്പിളായ ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇത് നമുക്കിനി ഇതൊരു പ്ലേറ്റിലേക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ കുറച്ച് ചില്ലി സോസ്, സ്വീറ്റ് ചില്ലി സോസാണ് ഞാൻ ഇതിൻ്റെ മുകളിൽ ഇടുന്നത്. അപ്പോൾ നമ്മളെ ഫ്രൈഡ് ചിക്കൻ റെഡിയാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ നിന്ന് ട്രൈ ചെയ്യുക. വളരെ സിമ്പിൾ റെസിപ്പിയാണ്.